ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു ഉള്ളി ചട്നിയുടെ റെസിപ്പിയാണ്. ഞാനത് ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. കാണാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തതാണ്. തേങ്ങാ ചമ്മന്തി പോലെ തന്നെ നല്ല ചോറിനകത്തൊക്കെ പുരട്ടി കഴിക്കാൻ പറ്റി ഉപ്പും പുളിയും ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു 10-15 വെളുത്തുള്ളി ചേർക്കുക. ആ ചൂടായ എണ്ണയിൽ വെളുത്തുള്ളി ഒരു 10 സെക്കൻഡ് നേരത്തെ നിന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട. ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1 കപ്പോളം ചെറുള്ളിയാണ് ചേർക്കുന്നത്. ചെറുള്ളി ഒരുപാട് നേരം വഴറ്റണ്ട, ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് അടുത്ത ചേർക്കാം. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള ചേർക്കരുത്. ചെറുള്ളി ചേർക്കുമ്പോഴാണ് ആ ചട്നിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നത്. ഉള്ളി ഒന്ന് വാടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊന്ന് വാടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാതെ തന്നെ ഇതിങ്ങനെ തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ ചേർക്കുന്നത് വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഒരു 6-7 വറ്റൽമുളക് ചേർക്കുക. ഇനി ഒരു 7-8 ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. കുരുവൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതോടെ ചേർക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് ചേർക്കുന്നത്. അതൊന്ന് പരത്തിയിട്ടിട്ടുണ്ട് ഞാൻ, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഒരു 3-4 മാത്രമായിട്ട് കറിവേപ്പില ചേർക്കുക. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഉപ്പും പുളിയും മധുരവും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കിയിട്ട് ഈ ചട്നി തേച്ച് മടക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാവുന്ന രീതിയിൽ ഇളക്കിയെടുത്തിട്ട് ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേനൊന്ന് മൂടി വേവിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ആ ഈന്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ പുളിയുണ്ടല്ലോ, അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരിക്കണം. ഇനി ആ ചട്നിക്ക് കുറച്ച് കളറും അതുപോലെ തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയൂടെ ചേർക്കുകയാണ്. തീ കുറച്ച് തന്നെ നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുക്കുക. ആ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ആ പൊടിയൊന്നും ഒട്ടും കരിഞ്ഞു പോകരുത്. പുളി നല്ലവണ്ണം ചൂടായതിന് ശേഷം നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്ത കാരണം സൈഡിലൊക്കെ ഒന്ന് ഒട്ടാനായിട്ട് തുടങ്ങും. അതാണ് ഈ കരിഞ്ഞ പോലൊക്കെ തോന്നുന്നത്. പക്ഷെ ഒട്ടും കരിഞ്ഞിട്ടില്ലത്. നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതേ പാനിൽ തന്നെ ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് ചട്നിക്കൊക്കെ പുളി കൂടുതൽ വേണ്ടിയൊരു പുളി കൂടുതൽ ഉപയോഗിക്കുക. സ്വീറ്റ്നെസ് കുറച്ച് കുറവ് മതിയൊരു ഈന്തപ്പഴം കുറച്ച് ഉപയോഗിക്കുക. അങ്ങനെയാണ്, പ്രത്യേകിച്ച് അളവൊന്നും ഇതിനകത്ത് എടുത്ത് പറയാനായിട്ടില്ല. ഇനി അത് ആറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിനകത്തൊന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലിനി 2 ഐറ്റം കൂടി ചേർക്കാനായിട്ടുണ്ട്. ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചതിന് ശേഷം അടുത്ത ചേർക്കാം. വെള്ളം ഒട്ടും ഉപയോഗിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത് അരയാനായിട്ട് സഹായിക്കുകയും ചെയ്യും, ടേസ്റ്റും കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് 2 സ്പൂൺ വേണ്ടെങ്കിൽ 1 സ്പൂണെങ്കിലും ഒഴിക്കുക. അതാണ് നല്ല ടേസ്റ്റ്. ഇതിനി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുഴകുഴാന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ മിക്സിയിൽ നിന്ന് അരച്ചെടുത്തതിന് ശേഷവും സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉപ്പും പുളി എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കുന്ന കാരണം 3-4 ദിവസത്തേനൊക്കെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാനായിട്ടും പറ്റും. അച്ചാറൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. തൊട്ട് കഴിക്കാനായിട്ടും പുരട്ടി കഴിക്കാനായിട്ടും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.